ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അവരുടെ തലപ്പത്തിരിക്കുന്ന നേതാക്കൾക്കും ഇതിലും വലിയൊരു രാഷ്ട്രീയ തിരിച്ചടി ഇനി വരാനില്ല. സ്വന്തം അണികൾക്ക് മുന്നിലും പൊതുസമൂഹത്തിന് മുന്നിലും ഒടുവിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് തല കുനിക്കേണ്ടി വന്നിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ഗോതയിൽ സ്വന്തം ഭാര്യയ്ക്ക് മത്സരിക്കാൻ ടിക്കറ്റ് നൽകിയ ആ ഒരു തീരുമാനം പാർട്ടിയെ കൊണ്ടെത്തിച്ചത് കനത്ത പരാജയത്തിലേക്കാണ്. ഒടുവിൽ ഈ തോൽവിയുടെ ഉത്തരവാദിത്വം തനിക്കും തന്റെ കുടുംബത്തിനുമാണെന്ന് പരസ്യമായി സമ്മതിക്കാൻ ഗോവിന്ദൻ നിർബന്ധിതനായിരിക്കുന്നു. MV ഗോവിന്ദൻ മാത്രമല്ല, മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും ഇതേ പരാജയ ഭീതിയിലാണ്. വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യമിട്ട് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ ചുവപ്പ് കാർപ്പറ്റ് വിരിച്ച് സ്വീകരിച്ചതാണ് പാർട്ടിക്കേറ്റ ഏറ്റവും വലിയ പണിയെന്ന് പിണറായിക്കും ഇപ്പോൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇനി മേലാൽ വെള്ളാപ്പള്ളിയുടെ വർഗീയ നിലപാടുകളെ സുഖിപ്പിച്ചു പോകില്ലെന്നും കിട്ടുന്ന വേദികളിലെല്ലാം ശക്തമായി എതിർക്കുമെന്നും പറയാൻ പിണറായി വിജയൻ തയ്യാറാകുന്നത് ഈ തിരിച്ചറിവിൽ നിന്നാണ്. അത്രത്തോളം ശക്തമായ പ്രതിരോധമാണ് UDF രാഷ്ട്രീയമായി തീർത്തിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ദയനീയ പരാജയത്തിന്റെ പശ്ചാത്തലത്തിൽ ചേർന്ന CPM സംസ്ഥാന സമിതി യോഗത്തിൽ കടുത്ത വിമർശനങ്ങളാണ് ഉയർന്നത്. വോട്ടിന് വേണ്ടി മുൻകാലങ്ങളിൽ സ്വീകരിച്ച വിട്ടുവീഴ്ചകളെല്ലാം പാർട്ടിയുടെ അടിത്തറ ഇളക്കി എന്നാണ് ഉയർന്നുവരുന്ന പൊതുവികാരം. പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യയെ തന്നെ സ്ഥാനാർത്ഥിയാക്കിയത് കുടുംബവാഴ്ചയെന്ന വലിയ ആക്ഷേപത്തിന് വഴിവെക്കുകയും ജനങ്ങൾക്കിടയിൽ പാർട്ടിക്കുണ്ടായിരുന്ന വിശ്വാസ്യത പൂർണ്ണമായി തകർക്കുകയും ചെയ്തു. ഈ ഒരു വലിയ തെറ്റ് പറ്റിയതിൽ MV ഗോവിന്ദൻ ഇപ്പോൾ കടുത്ത കുറ്റബോധമുണ്ടെന്നാണ് പാർട്ടിക്കുള്ളിൽ നിന്നുള്ള വിവരങ്ങൾ. ഇനിയൊരു തിരിച്ചുപോക്കിന് തെറ്റുതിരുത്തലല്ലാതെ മറ്റൊരു വഴിയുമില്ലെന്ന് CPM തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. താൽക്കാലിക ലാഭങ്ങൾക്കോ വോട്ട് ബാങ്കുകൾക്കോ വേണ്ടി ഇനി ആരുമായും വിട്ടുവീഴ്ചയില്ലെന്ന കർശനമായ നയത്തിലേക്കാണ് പാർട്ടി നീങ്ങുന്നത്. ഇതിന്റെ ഭാഗമായി ഭൂരിപക്ഷ വർഗീയതയോടും ന്യൂനപക്ഷ വർഗീയതയോടും ഒരേപോലെ പോരാടാനാണ് സംസ്ഥാന സമിതിയുടെ തീരുമാനം. വെള്ളാപ്പള്ളി നടേശന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന എല്ലാത്തരം വർഗീയ പ്രസ്താവനകളെയും ഇനി പരസ്യമായി തള്ളിപ്പറയാൻ പാർട്ടി മടിക്കില്ല. അതുപോലെ തന്നെ മറുഭാഗത്ത് മുസ്ലിം ലീഗ് ഉയർത്തുന്ന രാഷ്ട്രീയ അജണ്ടകളെയും കൃത്യമായി ജനങ്ങൾക്ക് മുന്നിൽ തുറന്നുകാട്ടും. രണ്ടു വശത്തു നിന്നുമുള്ള വർഗീയ നീക്കങ്ങളെ ഒരുപോലെ പ്രതിരോധിച്ചാൽ മാത്രമേ നഷ്ടപ്പെട്ട ജനപിന്തുണ തിരിച്ചുപിടിക്കാൻ കഴിയൂ എന്ന യാഥാർത്ഥ്യം ലീഡർഷിപ്പ് ഇപ്പോൾ പൂർണ്ണമായി ഉൾക്കൊള്ളുന്നുണ്ട്. നയപരമായ ഈ മാറ്റങ്ങൾക്കൊപ്പം തന്നെ പാർട്ടിയെ ജനങ്ങളിൽ നിന്നകറ്റിയ നേതാക്കളുടെ ധാർഷ്ട്യവും അഹങ്കാരവും നിറഞ്ഞ പെരുമാറ്റ ശൈലിക്കെതിരെയും സംസ്ഥാന സമിതിയിൽ കടുത്ത ആഞ്ഞടിക്കലുണ്ടായി. അധികാരം തലയ്ക്ക് പിടിച്ച രീതിയിലുള്ള ശരീരഭാഷ പൊതുസമൂഹത്തിൽ വലിയ തോതിലുള്ള പാർട്ടി വിരുദ്ധ വികാരമാണ് ഉണ്ടാക്കിയത്. ജനങ്ങളോട് വിനയത്തോടെ സംസാരിക്കാനും അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനും നേതാക്കൾ തയ്യാറാകണം. താഴെത്തട്ടിലുള്ള സാധാരണക്കാരായ മനുഷ്യരിലേക്ക് ഇറങ്ങിച്ചെന്ന് തെറ്റുകൾ തുറന്നു സമ്മതിച്ച് മാപ്പ് ചോദിച്ചുകൊണ്ട് മാത്രമേ ഇനി CPM-ന് കേരളത്തിൽ നിലനിൽപ്പുള്ളൂ. അഹങ്കാരം പൂർണ്ണമായി മാറ്റിവെച്ച് തിരുത്തലുകൾക്ക് പൂർണ്ണമായും വിധേയമായി ജനങ്ങളിലേക്ക് മടങ്ങുക എന്ന വലിയ ദൗത്യമാണ് ഇപ്പോൾ പിണറായിയും MV ഗോവിന്ദനും ഉൾപ്പെടുന്ന CPM നേതൃത്വത്തിന് മുന്നിലുള്ളത്. ഭരണം നിലനിർത്താൻ ഈ പരീക്ഷണങ്ങൾ എത്രത്തോളം സഹായിക്കുമെന്ന് വരും ദിവസങ്ങളിൽ കണ്ടറിയാം.